ഗായ്സ്, വൈകുന്നേരം ആയപ്പോൾ ചായക്ക് കഴിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഇരിക്കുന്നതാണ് ഈ ഒരു കറുത്ത പഴങ്ങൾ. പഴം നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇതാണ് ഈ കറുത്ത, ആരും ഇനി കഴിക്കാനും പോകുന്നില്ല. അപ്പം ഞാനിതിൽ കുറച്ച് നല്ലതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പഴം നമ്മുടെ വീട്ടിലും ഉണ്ടാവും. പക്ഷേ എല്ലാവരും ലാസ്റ്റ് എടുത്ത് കളയും. കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. പക്ഷേ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചും നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പം പോകാം വീഡിയോയിലേക്ക്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ ഞാൻ ഒരു ശർക്കര എടുത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ച്, പിന്നെ നമ്മുടെ പഴം നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് 1 കപ്പ് നമ്മുടെ അരിപ്പൊടി, നോർമൽ നമ്മുടെ പുട്ടൊക്കെ പൊടിക്കുന്ന പൊടി തന്നെ മതി, അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചായിരുന്നു മിക്സിയിൽ. അപ്പോൾ ഇതാ ഞാൻ അതും കൂടെ ഇതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടും ഉപ്പാണ്. ഉപ്പ് ഞാൻ ആദ്യം ഇടുന്നില്ല, പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉപ്പും അതുപോലെ തന്നെ 1 കപ്പിൽ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കും. ആദ്യം പഴമൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പും അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത്രയും മതി. ഇനി ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും വേണ്ട. ഇത്രയും സിമ്പിളാണ്. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്. ഒരു പഴം ഉണ്ടായാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതാണല്ലോ. അപ്പോൾ എന്നാൽ ഞാൻ പുറത്ത് പോയി ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്നു. ഇലയൊക്കെ എടുത്ത് ശരിക്കും ഇതിൽ നമ്മുടെ കറപ്പയുടെ ഇലയുണ്ടല്ലോ, ആ ഒരു ഇലയാണ് ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറായിരിക്കും. പക്ഷേ ഇവിടെ ഉണ്ട്, കറപ്പയുടെ ഇലയുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ മടിച്ചിട്ട് ഞാൻ തൽക്കാലം ഈ ഒരു ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആ വീഡിയോയിൽ ഇതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ കുമ്പിള് കുത്തിയിട്ട് അതിലോട്ട് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ച ഈ ഒരു മാവ് വന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. കുമ്പിള് കുത്താൻ വേണ്ടി ഞാൻ ഈർക്കണിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പച്ച ഈർക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം കറക്റ്റ് ആവുമോ എന്നൊന്നും അറിയത്തില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ എല്ലാവരും സൂപ്പറാണ്, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാ കുറച്ച് ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഗ്യാസുമേലെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കണ്ടംകുന്നുമ്മേലെ ടോണി കെട്ടയച്ചിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അച്ഛനും ഏട്ടനും പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടെ അവനെ പിടിച്ച് കെട്ടി പിന്നെ അവരെ വിളിച്ച് അവർ അതെടുത്ത് കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ആവിയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളിയാണ്. അതുപോലെ നല്ല ടേസ്റ്റ് വരുന്നു കേട്ടോ. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാ ഇങ്ങനെയാണ് ഫൈനൽ. ഇതിൻ്റെ പേരാണ് പഴം അട. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മാവ് പൂത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാവരും കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. ഓക്കെ.